പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ്. അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് എലിമിനേഷൻ ചേംബർ ക്വാളിഫയിങ് മത്സരങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. വുമൻസ് എലിമിനേഷൻ ചേംബർ ക്വാളിഫയിങ് മത്സരമായിട്ട് നിലവിലെ വുമൻസിൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ചെൽസി ഗ്രീനും നിലവിലെ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ നയോമിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സിംഗിൾസ് മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. കൂടാതെ മെൻസ് എലിമിനേഷൻ ചേംബർ ക്വാളിഫയിങ് മത്സരമായിട്ട് ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഡാമിയൻ പ്രീസ്റ്റ് വേഴ്സസ് ജാക്കബ് ഫാറ്റു വേഴ്സസ് ബ്രോൺ സ്ട്രോമൻ തമ്മിലുള്ള കിഡിലൻ 3 റെസ്ലേഴ്സ് തമ്മിലുള്ള ഒരു ഗംഭീര ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫൈ മത്സരം കൂടിയാണ് അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. കൂടാതെ അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം വുമൺസ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ വുമൺസ് ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റൻ നയ ജാക്സിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ 2025 വുമൻസ് റോയൽ റംബിൾ വിജയിച്ച ഷാർലറ്റ് ഫ്ലെയറിൻ്റെ സെഗ്മെൻറ്റ് കാണാൻ സാധിച്ചു. ഷാർലറ്റ് പതിവ് പോലെ റിങ്ങിലേക്ക് വരുന്നു. കാണികൾ തന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാണികൾക്ക് തന്നോട് അസൂയയാണ്. താൻ നേടിയെടുത്ത അച്ചീവ്മെൻറ്റുകളെ സംബന്ധിച്ചും തൻ്റെ പേരിൻ്റെ അവസാനത്തെ ആ ഒരു വാക്കിനെ സംബന്ധിച്ചും കാണികൾക്ക് തന്നോട് അസൂയയാണ്. അപ്പോൾ ചാമ്പ്യനെ സംബന്ധിച്ച് പറയാൻ വേണ്ടി ടിഫനിയുടെ പേര് പറയുന്ന സമയത്ത് തന്നെ ടിഫനി റിങ്ങിലേക്ക് വരുന്നു. ടിഫനി റിങ്ങിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് താൻ ഷാർലറ്റിൻ്റെ വലിയൊരു ആരാധികയായിരുന്നു. ഷാർലറ്റിനെയൊക്കെ കണ്ടിട്ടാണ് താൻ റെസ്ലിങ്ങിലേക്ക് വന്നത് എന്നുള്ളത്. ഷാർലറ്റ് ഇഞ്ചുറി പറ്റി മാറിയപ്പോൾ ആ ഒരു സ്പോട്ട് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കയറി വന്ന ഒരാളാണ് താൻ എന്നുള്ളതും ടിഫനി പറയുന്നുണ്ട്. എന്നാൽ ഷാർലറ്റ് പറയുന്നുണ്ട് ടിഫനി വെറുതെ വന്നിട്ട് ഇങ്ങനെ വായ്ത്താളം അടിച്ചിട്ട് കാര്യമില്ല, നീ എന്നെ പോലെ ആകാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല, നീ എൻ്റെ ആ ഒരു ലെവലിലേക്ക് എത്താനേ പോകുന്നില്ല. നിനക്ക് എനിക്കെതിരെ മത്സരം വേണം എന്നുണ്ടെങ്കിൽ നീ മുട്ടുകാലിൽ നിന്നുകൊണ്ട് എന്നോട് അപേക്ഷിക്കൂ, അപ്പോൾ ഞാൻ ആലോചിക്കാം. ഞാൻ റോയിലും എൻഎക്സ്ടിയിലും ഒക്കെ പോയി ഇപ്പോൾ നിൻ്റെ അടുത്തേക്ക് വന്നത് ആരാണ് മികച്ച ചാമ്പ്യൻ എന്ന് കണ്ടെത്തി തനിക്ക് ചലഞ്ച് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടിഫനി എന്ന് പറയുന്ന ചാമ്പ്യന് വലിയ വില കൽപ്പിക്കാത്ത ഷാർലറ്റിൻ്റെ വാക്കുകളാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. അങ്ങോട്ടേക്ക് നയ ജാക്സും കാൻഡിസ് ലെറയും കൂടി കയറി വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. എന്നിട്ടാണ് നയ ജാക്സൺ അടുത്ത സ്മാക്ഡൗണിലേക്ക് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം നിക്ക് ഓൾഡിസ് തനിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് കൂടി പങ്കുവച്ചത്. കൂടാതെ എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ എലിമിനേഷൻ ചേംബർ മത്സരങ്ങളുടെ ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് സ്മാക്ഡൗൺ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു. വുമൻസിൻ്റെ എലിമിനേഷൻ ചേംബർ മത്സരത്തിൽ കാൻഡിസ് ലെറയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അലക്സ ബ്ലിസ് ക്വാളിഫൈ നേടുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഈ മത്സരത്തിന് ഇടയിൽ അലക്സ ബ്ലിസ് ഫീൻഡ് ക്യാരക്ടറിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടറിന് സമാനമായ രീതിയിൽ തന്നെയുള്ള മൂവ്സ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സിസ്റ്റർ എബിഗെയിൽ അലക്സ ബ്ലിസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള അലക്സ ബ്ലിസിൻ്റെ മൂവ്സ് ഒക്കെ കാണുന്നതിന് ഇടയിൽ മത്സരത്തിൻ്റെ ഇടയിൽ വെച്ച് വൈറ്റ് സിക്സിൻ്റെ ഒരു ഗ്ലിച്ച് വരുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. വൈറ്റ് സിക്സിൻ്റെ ഗ്ലിച്ച് കാണിക്കുന്നതിലൂടെ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്, അലക്സ ബ്ലിസും വൈറ്റ് സിക്സും ഒരുമിക്കും. അത്തരത്തിലുള്ള ഡാർക്ക് സൈഡായിട്ടുള്ള സ്റ്റോറിയാണ് ഇനി സ്മാക്ഡൗണിൽ അലക്സ ബ്ലിസിൻ്റെതായി നമുക്ക് കാണാൻ സാധിക്കുക. കൂടാതെ വുമൻസ് ചേംബറിലേക്ക് നടന്ന മറ്റൊരു ക്വാളിഫയിങ് മത്സരത്തിൽ പൈപ്പർ നെവനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിലവിലെ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ബിയാങ്ക ബെലേർ ക്വാളിഫൈ നേടുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഗംഭീരമായിട്ടുള്ള ഒരു മത്സരത്തോടു കൂടിയിട്ടാണ് ബിയാങ്ക ബെലേറിനെ വിജയിക്കാൻ സാധിച്ചത്. പൈപ്പർ നെവനെ KOD ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ആ ഒരു വലിയൊരു ചോദ്യം തന്നെയായിരുന്നു മത്സരത്തിൽ ഉടനീളം ഉണ്ടായത്. ബിയാങ്ക ബെലേറിൻ്റെ ഫുൾ സ്ട്രെങ്ത് ഉപയോഗിച്ചുകൊണ്ട് പവർ ഹൗസ് റെസ്ലറായ പൈപ്പർ നെവനെ KOD കൊടുത്ത് ബിയാങ്ക ബെലേർ തോൽപ്പിച്ച് ക്വാളിഫൈ നേടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ലിവ് മോർഗൻ, ബിയാങ്ക ബെലേർ, അതുപോലെ തന്നെ അലക്സ ബ്ലിസ് 3 പേര് ഇപ്പോൾ വുമൻസ് ചേംബർ മത്സരത്തിലേക്ക് ക്വാളിഫൈ നേടിയിട്ടുണ്ട്. ഇനി മെൻസ് ചേംബർ മത്സരത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരു ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫൈ മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ജിമ്മി ഊസോ വേഴ്സസ് LA നൈറ്റ് വേഴ്സസ് ഡ്രൂ മാക്കിൻഡയർ തമ്മിലുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫൈ മത്സരത്തിന് മുൻപ് റിങ്ങിലേക്ക് വന്നുകൊണ്ട് ഡ്രൂ മാക്കിൻഡയർ ഒഫീഷ്യലി സ്മാക്ഡൗൺ ബ്രാൻഡിൻ്റെ റോസ്റ്ററിൻ്റെ ഭാഗമാണെന്നുള്ളത് വെളിപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഡ്രൂ മാക്കിൻഡയർ അദ്ദേഹത്തിൻ്റെ പാസ്റ്റിനെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്. റോ എന്ന് പറയുന്ന റോസ്റ്റർ വളരെ മോശമാണ്, അവിടെ എല്ലാവരും ഈഗോ ആയിട്ട് ഉള്ളവരാണ്, അവർക്കൊന്നും ഒരു നോർമലായിട്ട് ബിഹേവ് ചെയ്യാനേ അറിയില്ല. അതുകൊണ്ടാണ് താൻ ഇപ്പോൾ നിക്ക് ഓൾഡിസിൻ്റെ ഒരു ആഗ്രഹപ്രകാരം സ്മാക്ഡൗണിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത്. തനിക്ക് ഡ്രൂ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളൊരു ഉറപ്പ് നിക്ക് ഓൾഡിസ് തനിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഡ്രൂ പറയുന്നുണ്ട്. തൻ്റെ ലക്ഷ്യം ഇനി കോഡി റോഡ്സ് ആണെന്നും ചാമ്പ്യൻഷിപ്പ് എടുക്കാനാണ് താൻ വരുന്നത് എന്നുള്ളതും ഡ്രൂ മാക്കിൻഡയർ പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് ജിമ്മി ഊസോ വരുന്നു. ജിമ്മി ഊസോ ഡ്രൂ മാക്കിൻഡയറിനെ കളിയാക്കുന്നു. എപ്പോഴും വന്നിട്ട് കരയുന്ന അല്ലെങ്കിൽ എല്ലാത്തിനെക്കുറിച്ച് പരാതി പറയുന്ന ഒരു
റെസ്ലറാണ് ഡ്രൂ എന്നുള്ളത് പറയുന്നു. അങ്ങോട്ടേക്ക് LA Knight വരുന്നു. LA Knight വന്നിട്ട് പതിവ് പോലെ ഇരു റെസ്ലേഴ്സിനെയും കളിയാക്കുന്നുണ്ട്. ഈ ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൽ താനാണ് വിജയിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ആ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമാണ് കാണാൻ സാധിച്ചത്. കിടിലമായിട്ടുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമായിരുന്നു. മത്സരത്തിൽ LA Knightനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡ്രൂ മാക്കിൻറ്റയർ ക്വാളിഫൈ നേടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഡ്രൂ മാക്കിൻറ്റയർ ഇപ്പോൾ ക്വാളിഫൈ നേടുന്നതിലൂടെ ഡ്രൂ, CM Punk, ജോൺ സിന തുടങ്ങിയവർ മെൻസ് എലിമിനേഷൻ ചേംബറിലേക്ക് ക്വാളിഫൈ നേടിയിട്ടുണ്ട്. ഡ്രൂ മാക്കിൻറ്റയറിന് എലിമിനേഷൻ ചേംബറിൽ വിജയസാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ വിജയസാധ്യത ഒട്ടും ഇല്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കാണാൻ സാധിച്ച ഒരു ടാഗ് ടീം മത്സരം നിലവിലെ WWE ടാഗ് ടീം ചാമ്പ്യന്മാരായ DIYയും പ്രെറ്റി ഡെഡ്ലിയും തമ്മിലുള്ള ഒരു ടാഗ് ടീം മത്സരമാണ്. DIY വന്നിട്ട് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസിനെ പരാജയപ്പെടുത്തിയതിനെ സംബന്ധിച്ചും ലോകത്തിലെ ഏറ്റവും മികച്ച ടാഗ് ടീം ചാമ്പ്യന്മാർ തങ്ങളാണ് എന്നുള്ളത് DIY പറയുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങോട്ടേക്ക് പ്രെറ്റി ഡെഡ്ലി കയറി വരികയും ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം ചോദിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിക്ക് ഓൾഡീസ് വന്നിട്ട് ഒരു നോൺ ടൈറ്റിൽ മത്സരമാണ് അവിടെ കൊടുക്കുന്നത്. നോൺ ടൈറ്റിൽ മത്സരത്തിൽ പ്രെറ്റി ഡെഡ്ലിക്ക് വിജയിക്കാൻ സാധിച്ചാൽ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം കൊടുക്കാമെന്നുള്ളത്. അങ്ങനെ ആ മത്സരം ആരംഭിക്കുന്നു. ചീറ്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും പ്രെറ്റി ഡെഡ്ലി DIYയെ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് അല്ലാത്ത മത്സരത്തിൽ പരാജയപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി വരുന്ന ഭാവിയിലെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ പ്രെറ്റി ഡെഡ്ലിയും DIYയും തമ്മിലുള്ള ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ ഹീലായി മാറിയിട്ടുള്ള സ്ട്രീറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു വീഡിയോ ഫൂട്ടേജും നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗണിൻ്റെ അവസാന മണിക്കൂറുകളിൽ കാണാൻ സാധിച്ചു. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്ന സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് എന്തുകൊണ്ട് സോളോ സിക്കോവ കോഡി റോഡ്സിനെ ആക്രമിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ കോഡി റോഡ്സ് എന്ന് പറയുന്ന അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനും 2025 മെൻസ് റോയൽ റംബിൾ വിജയിച്ച ജെ ഊസോയും ടീമായിക്കൊണ്ട് ജക്കബ് ഫാറ്റു, ടാമർ ടോങ്ക തുടങ്ങിയവർക്കെതിരെ കളിച്ച ഒരു ടാഗ് ടീം മത്സരമാണ് കാണാൻ സാധിച്ചത്. മത്സരത്തിൽ കോഡിയുടെയും ജെ ഊസോയുടെയും ടീം വിജയിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. എന്നാൽ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ കോഡിക്ക് സാധിച്ചില്ല. അതിനു മുൻപേ സോളോ സിക്കോവ റിട്ടേൺ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ സമോൺ സ്പൈക്ക് കൊണ്ട് ആക്രമിച്ചു. അങ്ങനെ സ്റ്റാൻഡിംഗ് ടോൾ സോളോ സിക്കോവ എന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ടാണ് അവർ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. എന്തുകൊണ്ട് സോളോ സിക്കോവ തിരികെ വന്നു, എന്തിനു വേണ്ടി കോഡി റോഡ്സിനെ ആക്രമിച്ചു എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. അതിന് ഒറ്റ ഉത്തരം നമ്മൾ പറയുകയാണെങ്കിൽ കോഡി റോഡ്സ് ബ്ലഡ് ലൈനെതിരെയുള്ള സ്റ്റോറി ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചാമ്പ്യനാണ് എന്നുള്ളത് ആരാധകർക്കിടയിൽ എപ്പോഴും ഒരു ചർച്ചയായി വരാറുണ്ട്. അപ്പോൾ കോഡി റോഡ്സിൻ്റെ ചാമ്പ്യൻഷിപ്പിന് ഈ ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു കാരണമുള്ളത് കൊണ്ട് സോളോ സിക്കോവയുടെ റിട്ടേൺ അവർ കാണിച്ചു. മറ്റൊന്ന്, ഒരു റൂമർ ഉണ്ടായിരുന്നു സോളോ സിക്കോവ ഫേസ് ടേൺ ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. അതിന് ഒരു സാധ്യതയും ഇല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലഡ് ലൈൻ ഒരു ഹീലായിട്ട് തന്നെ നിൽക്കണം, അല്ലെങ്കിൽ ബ്ലഡ് ലൈനിലെ ഇപ്പോഴത്തെ എല്ലാവരും ഹീലായിട്ട് തന്നെ നിൽക്കണം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സോളോ സിക്കോവ ഹീലായിട്ട് തന്നെ തിരികെ വന്നിട്ടുള്ളത്. കൂടാതെ സോളോ സിക്കോവയുടെ ഈ ഒരു തിരിച്ചുവരവ് ജെ ഊസോയെ ഒന്നും കൂടി ടോപ്പ് ലെവലിലേക്ക് എത്തിച്ചേക്കാം. ഇപ്പോൾ കോഡിയെ സോളോ ആക്രമിച്ചു. ഇനി വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിലൊക്കെ ജെ ഊസോയും സോളോ സിക്കോവയും തമ്മിലുള്ള ഒരു ഫൈറ്റൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അവിടെ വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ലഭിക്കാൻ പോകുന്നത് ജെ ഊസോയ്ക്കാണ്. അതിലൂടെ ജെ ഊസോയെ ടോപ്പ് ലെവൽ സ്റ്റാർ ആക്കിയിട്ട് അവർക്ക് കാണിക്കാനും സാധിക്കും. അതൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സ്റ്റോറി ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും സോളോ സിക്കോവയുടെ തിരിച്ചുവരവ് അവർ ഇന്നത്തെ സ്മാക്ഡൗണിലൂടെ കാണിച്ചിട്ടുള്ളത്. എന്തായാലും കോഡിയും ബ്ലഡ് ലൈനും തമ്മിലുള്ള സ്റ്റോറി ഈ അടുത്തൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. അത് ഇനിയും തുടരും എന്നുള്ളതും സ്മാക്ഡൗണിലൂടെ കാണിച്ചു തരുന്നുണ്ട്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.